കേരളത്തെ ഞെട്ടിച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം ഇതുവരെ 116 ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ 250-ലധികം പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന വിവരങ്ങളുണ്ട്. 150ഓളം പേരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ വടം കെട്ടി ഒരു വശത്ത് നിന്നും രക്ഷാപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നവരെ, സുരക്ഷിത സ്ഥാനത്തുള്ളവരെ പുറത്തേക്ക് എത്തിക്കുന്നു. മറുവശത്ത് സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം വഴിയും കുറച്ചുപേരെ മറുകരയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള പ്രാഥമിക ചികിത്സ നൽകുന്നുണ്ട്. അങ്ങനെ രാത്രിയും രക്ഷാപ്രവർത്തനം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അവിടേക്ക് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഏകോപിപ്പിക്കുന്നു. 5 മന്ത്രിമാർ ആ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാനായി മറ്റ് എല്ലാ സുരക്ഷാ സേനകളും അവിടെയുണ്ട്. കര, നാവിക, വ്യോമസേനയുണ്ട്, NDRF സൈന്യമുണ്ട്, തദ്ദേശ രക്ഷാപ്രവർത്തകരുണ്ട്, സ്കൂബ ടീം, ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സാധ്യമായ, മനുഷ്യസാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നിഖിൽ പങ്കുവച്ച വിവരം, ആശുപത്രിയിലാണ് നിഖിൽ. കുറച്ച് മുൻപ് നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നു നിഖിൽ. 51 പേരുടെ സ്ഥിരീകരണം നടന്നിരിക്കുന്നു എന്നാണ്. മരിച്ച 51 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ്. 59 മൃതദേഹങ്ങളാണ് എത്തിയത്. അതിൽ 51 എണ്ണം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെ അത്യന്തം ദാരുണമായ, അത്യന്തം ഹൃദയഭേദകമായ സ്ഥിതിവിശേഷമാണ്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും രാവിലെ നമ്മൾ ഉണർന്നതും കേട്ടതും ഒക്കെ ഈ ഒരു ദുരന്തം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ്. ആ കേട്ട സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു ദുരന്തം അത് ഇത്രത്തോളം ഭീകരം ആയിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി അത് മാറിയിരിക്കുന്നു. ഇതുവരെ 116 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രക്ഷാ ദൗത്യവും തുടരുകയാണ്. ആസിഫിലേക്ക് പോകുന്ന ഒരിക്കൽ കൂടി. ആസിഫ, ഇപ്പോഴും മേപ്പാടി ടൗണിൽ തന്നെയാണോ? തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളത് ഈ മേപ്പാടി ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ്. ഇങ്ങോട്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ എത്രയും പെട്ടെന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സമീപത്തുള്ള റോഡിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണുന്നത് 2 ആംബുലൻസുകൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെയുമായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അങ്ങനെ വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സമയത്ത് ഒരു തരത്തിലുമുള്ള തടസ്സമുണ്ടാകാതിരിക്കാൻ ഈ നാട് ഒന്നാകെ ഇപ്പോൾ അണിനിരന്നിരിക്കുകയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നു. ആ പുറത്തേക്ക് വരുന്ന വഴികളിലൊന്നും മാർഗ്ഗതടസ്സമില്ലാതെ ഈ റോഡിലേക്ക് എത്തിക്കുന്നു. ഈ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. എന്നിട്ട് പോലും വളരെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ആവശ്യമില്ലാതെ ആളുകൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാതെ ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകുന്ന ആളുകൾ മാത്രമാണ് ഈ ടൗണിലേക്ക് അടക്കം ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ നാടൊന്നാകെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. രാത്രി വൈകിയ വേളയിൽ പോലും എത്രയും പെട്ടെന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ വന്നപ്പോൾ മുതൽ കാണാൻ കഴിഞ്ഞത്. ഓരോ മിനിറ്റുകൾ ഇടവിട്ടും ആംബുലൻസുകൾ എത്തുമ്പോൾ അത് ഏറ്റവും സുഗമമായി അത് കടന്നു പോകാനും അവർക്ക് ആശുപത്രിയിലേക്ക് അടക്കം എത്തിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഇങ്ങനെ ഈ ഒരു നാട് ഒന്നാകെ എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഔദ്യോഗികമായി 107 ആളുകളുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു ആശങ്ക നമുക്ക് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു നമ്മുടെ അങ്ങോട്ട് കടന്നു ചെല്ലാനുള്ള സംവിധാനങ്ങൾ അടക്കം തകർന്ന സാഹചര്യത്തിൽ നമുക്ക് വളരെ വൈകിയാണ് ഈ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞത്. നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ആ ഒരു സമയത്ത് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു സംവിധാനം ഉള്ള സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയും നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ, പോലീസ് ആയിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, സൈന്യത്തിൻ്റെ സാന്നിധ്യമായിക്കോട്ടെ, അങ്ങനെ ഏതൊക്കെ സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്ന മണ്ണിലെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ആ ഒരു പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ളവരും ഈ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ളവരും അടക്കമുള്ള നാട്ടുകാരടക്കമുള്ളവർ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നഗരത്തിലേക്കും മറ്റും എത്തുന്ന സമയത്ത് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാൻ സന്നദ്ധരായ നിരവധി ആളുകളാണ്. ഈ നല്ല ശക്തമായ മഴ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട് അങ്ങനെ മഴയെ അടക്കം വിലവെക്കാതെ തന്നെ അവർ ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ തങ്ങളുടെ പൂർണ്ണമായ ഒരു പങ്കാളിത്തം ഏർപ്പെടുത്തിക്കൊണ്ട് ആ
നാടൊന്നാകെ ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഇരിക്കുകയാണ്. ആംബുലൻസുകൾ നമുക്ക് മുമ്പിൽ കൂടെ തന്നെയാണ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകൾ അവിടെ നിന്ന് ആ സൈറൻ മുഴക്കി വരുമ്പോഴേക്കും എല്ലാ വാഹനങ്ങളും മാറ്റി ആ ആംബുലൻസുകൾ ഒരു തരത്തിലും ഒരു സ്ഥലത്തും ഒരു ഇഞ്ച് സമയം പോലും നിർത്തേണ്ട ആവശ്യമില്ലാതെ വളരെ സുഗമമായി കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിലും പരമാവധി സമയത്ത് ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. കാരണം മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശത്തേക്ക് നമ്മുടെ സംവിധാനങ്ങളിൽ എത്തുകയും അവിടെ എത്രയും പെട്ടെന്ന് നമുക്ക് എത്ര ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെ നമുക്കിപ്പോൾ എന്ത് സംവിധാനത്തിന് കുറവുണ്ടോ ആ സംവിധാനങ്ങൾ അവിടെ എത്തിച്ച് താൽക്കാലികമായ നടപടികൾ രൂപീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായി നമ്മളെ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി നമ്മളിൽ നിന്ന് വിട്ടുപോയവരെ അവരുടെ മൃതദേഹങ്ങൾ മടമാടുന്ന ആ നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന മസ്ജിദിലടക്കം 13 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിച്ചതായാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചത്. 20 പേരുടെ മൃതദേഹങ്ങൾ ഈ ഒരു ജുമാ മസ്ജിദിൽ കബറടക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ദേവൻ ഇപ്പോൾ അല്പം മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ ദേവൻ ഇപ്പോൾ ആ പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായും മറ്റും സംസാരിച്ചിരുന്നു. അപ്പോൾ ദേവനോട് കൂടി നമുക്ക് ചോദിക്കാം, ദേവൻ ഇപ്പോൾ എത്ര പേരുടെ മൃതദേഹമാണ് ഇവിടെ അടക്കം ചെയ്യാൻ കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? ഏകദേശം ഇപ്പോൾ 20ഓളം പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികളാണ് ഈ മസ്ജിദ് കേന്ദ്രീകരിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഏകദേശം നിലവിൽ 13ഓളം തിരിച്ചറിയപ്പെട്ട മൃതദേഹങ്ങൾ ഇതുവരെ സംസ്കരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അടുത്ത് മേപ്പാടി ജംഗ്ഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള അടുത്തുള്ള മസ്ജിദുകളും ഇതുവരെ തന്നെ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പള്ളി കമ്മിറ്റി ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയെടുക്കുന്ന അല്ലെങ്കിൽ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ വെച്ച് അവരുടെ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ മസ്ജിദുകളിൽ എത്തിച്ചതിന് ശേഷം അവരുടെ മൃതദേഹത്തിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തുടർന്നും ഏകദേശം 20ഓളം പേർക്കുള്ള നടപടിക്രമങ്ങൾക്ക് ഈ മസ്ജിദ് കേന്ദ്രീകരിച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഈ പള്ളി കമ്മിറ്റി നമ്മളിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വന്നപ്പോൾ പോലെ കണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആംബുലൻസുകൾ കടന്നു വരുന്നതിന് വേഗത കൂടിയിട്ടുണ്ട്. കൂടുതൽ പേരെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തേക്ക് എത്തിക്കാൻ ഒരു വേഗത കൈവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വാഭാവികമായി അങ്ങോട്ട് എത്തിയതിന് ഒരു സമയ താമസമുണ്ടായി. അത് വേഗത ഒരു വേഗത ഈ ആംബുലൻസ് അടക്കം കടന്നു വരുന്ന കാര്യത്തിലുമുണ്ടല്ലേ? തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ശക്തമായ മഴയാണ് ഇപ്പോഴും ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കാലാവസ്ഥ പ്രതികൂലമായി കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇരുട്ടിൻ്റെ ഒരു വെട്ടം പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വൈകിയ വേളയിലും എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ ദുരന്തം നടന്ന മേഖലയിൽ നിന്നും കണ്ടെടുക്കുന്ന അവസാന ജീവൻ നിലനിർത്താൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കാതെ തന്നെ എത്രയും വേഗം അവരുടെ ജീവൻ നിലനിർത്താനുള്ള നടപടിക്രമങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വേഗതയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം കാണുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു നാടും നഗരവും എങ്ങനെ ഒത്തൊരുമിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുള്ള ഒരു ദൃശ്യം കൂടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. തീർച്ചയായും ദേവൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. കാരണം വളരെ വേഗത്തിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ എത്രയും വേഗത്തിൽ ചെയ്യാൻ കഴിയുമോ അത് വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നഗരത്തിൽ ഒരു തരത്തിലുമുള്ള തിരക്കുണ്ടാകാതിരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും സജീവമായൊരു പരിഗണന ഈ നഗരം കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അങ്ങനെ എല്ലാവരും ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ഏതായാലും നമുക്ക് ശുഭകരമായ വാർത്തകൾ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ദുരന്തമുണ്ടായി ഒരുപാട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട്. അപ്പോഴും ജീവൻ്റെ തുടിപ്പുമായി തന്നെ അവിടെ ആളുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ നിമിഷവും പാഴാക്കാതെയുള്ള രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പള്ളി കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരുമായി ചിലർ പറഞ്ഞിരുന്നു ആ മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോഴും എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് സ്വാഭാവികമായും ഞങ്ങൾക്ക് കൃത്യമായൊരു വിവരമില്ല. അതുകൊണ്ട് ആ രക്ഷാപ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്ന മണിക്കൂറുകൾ തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷ. ഒരാൾക്ക് പോലും ജീവനോടെ അല്ലാതെ അവിടെ നിന്ന് പുറത്തു വരരുതെന്നാണ് അവരുടെ ആഗ്രഹം. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ അതിൻ്റെ ഒരു ഏകീകരണവും ഏകോപനവും എല്ലാം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ആ ഒരു നാടിൻ്റെ ഒരു ഒത്തൊരുമയോടുകൂടി തന്നെ എല്ലാ ആളുകളും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സജീവമായി മുന്നോട്ട് പോകുന്നു. ഈ നടന്നു പോകുന്ന ആളുകളെല്ലാം രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ ഭാഗമായി ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ ആളുകളെ അവരുടെ ജീവനോടുകൂടി തന്നെ പുറത്തേക്ക് എത്തിക്കാനും അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും നല്ല ചികിത്സ നൽകാനും ആവശ്യമായ സജ്ജീകരണങ്ങൾ അത് അധിക ദൂരത്തേക്ക് പോകാതെ പ്രാഥമിക ചികിത്സ എത്രയും പെട്ടെന്ന് നൽകാൻ കഴിയുന്ന സജ്ജീകരണങ്ങൾ ആ ദുരന്തഭൂമിയുടെ സമീപത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ വിദഗ്ധമായ ചികിത്സ ഈ നഗരത്തിലെ പല കേന്ദ്രങ്ങളിലും ആശുപത്രികളിലേക്ക് എത്തുന്നതിന് മുമ്പ് നൽകാൻ കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുന്നു. അങ്ങനെ നമുക്ക്
ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ആംബുലൻസിൽ നിന്ന് വളരെ വേഗം പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ആ രക്ഷാപ്രവർത്തനത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ സജീവമായി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാട് ഒന്നാകെ. അതിൻ്റെ ഫലം നമുക്ക് സ്വാഭാവികമായും അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് കൂടുതൽ ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മനുഷ്യരുടെ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലം കിട്ടുന്ന മണിക്കൂറുകൾ തന്നെയാണ് നമുക്ക് ഇനിയും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അതോടൊപ്പം രാത്രി നമുക്ക് സ്വാഭാവികമായും തടസ്സമാകുന്നുണ്ട്. വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തിൽ പകൽ വെളിച്ചത്തിൽ പോലും നമുക്ക് ആ ദുരന്തത്തിൽ അവിടെ തിരച്ചിൽ നടത്തുക സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായും ആ രാത്രിയുടെ ഇരുട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഏതൊക്കെ തരത്തിൽ അതിജീവിക്കാമോ, എത്രത്തോളം സമയം നമുക്ക് ആ തെരച്ചിൽ ഈ രാത്രിയിലും തുടരാമോ, അതിനാവശ്യമായുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആ ദുരന്തഭൂമിയിൽ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത്. താൽക്കാലികമായുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഇരുട്ടിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. മൂടൽമഞ്ഞ് വലിയ തടസ്സമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ മൂടൽമഞ്ഞ് തടസ്സമായി നിന്നപ്പോഴും ഒരു ഘട്ടത്തിലും പിന്തിരിയാതെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ട് ഇരുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിലും ഇത്തരത്തിൽ ശുഭകരമായ വാർത്തകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവിടെ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനും അവരുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരത്തിൽ എത്തിക്കാൻ കഴിയണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലും പ്രയത്നത്തിലുമാണ് ഈ നാട് ഒന്നാകെ ഉള്ളത്. നമുക്ക് മുമ്പ് പല ദുരന്തങ്ങളിലും മണിക്കൂറുകളോളം മണ്ണിനടിയിലടക്കം കുടുങ്ങിക്കിടന്ന് ജീവനോടെ തിരിച്ചു വന്ന നിരവധി സംഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാടൊന്നാകെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്. എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളായിക്കോട്ടെ, സന്നദ്ധ സംഘടനകളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, എല്ലാത്തരം സംവിധാനങ്ങളും എല്ലാത്തരം രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് ഈ ദുരന്തമുഖത്തേക്ക് ഒഴുകിയെത്തി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഏതെങ്കിലും തരത്തിൽ അവിടെ തടസ്സങ്ങളില്ലാതിരിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വാഹനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരും ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കാളി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ. ആ ഒരു ദുരന്തഭൂമിയിലേക്ക് ആദ്യ മണിക്കൂറുകളിൽ കടന്നു ചെല്ലാൻ പ്രയാസം നേരിട്ട സമയത്തടക്കം അത്തരത്തിൽ അവർ കടന്ന് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർ ഒരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ നഗരം ഒന്നാകെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ വാഹനമടക്കം വീണ്ടും ആ ദുരിതഭൂമിയിലേക്ക് എത്തുകയും അവിടേക്ക് ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും അടക്കം ചെയ്യുന്ന സജ്ജീകരണങ്ങളടക്കം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ചേട്ടൻ ഈ ഒരു പ്രദേശത്തുകാരനാണ്? ഞാൻ മേപ്പാടി ഇവിടെ തന്നെ ചെമ്പ്രാപ്പീക്കിൻ്റെ അടുത്തുള്ള. ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് എത്ര മണി തുടരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു? വലിയ ഇരുട്ടാണെന്ന് തോന്നുന്നല്ലേ? അവിടെ ഇരുട്ടായി കഴിഞ്ഞാൽ നടക്കില്ല. നല്ല മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വന്നത് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? രാവിലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നു. പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ പോകും വരും തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ കുറേ ആളുകളുടെ ബന്ധുക്കളായിട്ടുള്ള കുറേ ആളുകളെ കിട്ടാനുണ്ട്. അപ്പോൾ അവരെ മിസ്സിംഗ് ആണ് കൂടുതൽ. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ മിനിയാന്ന് നടത്തിയൊരു പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളിലും ഇപ്പോൾ മിക്ക ആളുകളും എല്ലാ ആളും പങ്കെടുത്ത ഇതിലിപ്പോൾ മിക്ക ആളുകളെയും കാണാനില്ല. അല്ല, ഇതിൽ കുറച്ച് പേര് പിന്നെ പുത്തുമലുള്ളവരാണ്. ബാക്കിയുള്ളവർ മുണ്ടക്കൈയും ചൂരമലയുള്ളവരാണ്. ഇതിൽ കുറേ പേര് മരിച്ചു. ഇപ്പം നമുക്ക് ഇവിടെ 13 പേരുടെ നമ്മളുടേതായിട്ടുള്ള ആളുകളുടെ 13 പേരുടേത്, മറ്റൊന്നും വേറെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ പിന്നെ കുറച്ച് ആളുകളുടെ 6-7ഓളം പേരുടേത് കിട്ടി. പിന്നെ 17-18ഓളം പേരുടെ ഇപ്പം എൻ്റെ കയ്യിൽ ലിസ്റ്റിലുള്ളത് 18ഓളം പേരുടെ മിസ്സിങ് ഉണ്ട്. പിന്നെ കുറേ ആളുകളുടേത് ഇനി എന്താ സ്ഥിതി എന്ന് അറിയാണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞത് 14 14ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ 6 ഇപ്പോൾ 5 അവിടെ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ പിന്നെ 2 കൂടി വരാനുണ്ട്. അപ്പോൾ അത് കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ന് ചിലപ്പം നിർത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നിലവിലുണ്ട്. അങ്ങനെയാണ് ഇന്ന് അദ്ദേഹം അടക്കം രാവിലെ മുതൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കാളിയായതാണ്. അല്പം മുമ്പാണ് അവിടെ നിന്ന് വന്നത്. പിന്നീട് സ്വാഭാവികമായും ഈ ഒരു നഷ്ടപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ്
അവർ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും അവർക്ക് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല എത്ര പേരുണ്ടായിരുന്നു, ആരൊക്കെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് മാറി നിൽക്കുന്നുണ്ടോ. അങ്ങനെ സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തനം അവിടെ ആരൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അവരെ പരമാവധി പുറത്തെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയും അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ആലോചന സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലുണ്ട്. അവർ അത്തരത്തിൽ ലിസ്റ്റ് എടുക്കാൻ ഹൃദയഭേദകമാണ് ഈ നിമിഷം ഓരോന്നും ആസിഫ്. കാരണം ഒപ്പമുണ്ടായിരുന്ന ആരെയൊക്കെ കാണാനില്ല എന്ന് പോലും പരക്കം പായുന്ന ഒരവസ്ഥ. ആശുപത്രികളിൽ ഓരോ ആംബുലൻസ് വരുമ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് ആശയോടെ പോയി നോക്കുന്ന കണ്ണുകൾ. ഇതെല്ലാം ഈ വലിയൊരു ദുരന്തം. നമ്മൾ മനുഷ്യർ എത്ര നിസ്സഹായരാണ്. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ മനുഷ്യർ എത്ര നിസ്സഹായരാണ് എന്ന് സൂചിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും 116 മരണം ഇതുവരെ സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭയാനകമാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത്. 150ഓളം പേരെ കാണാനില്ല. ഇവർ എവിടെയെന്നോ ആരൊക്കെയാണോ എന്നുള്ള കാര്യത്തിൽ പോലും വലിയ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇവരെ പുറത്തെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയടക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കനത്ത മഴ പെയ്യുന്നുണ്ട്, ഒപ്പം നല്ല മൂടൽമഞ്ഞുണ്ട്, രാത്രിയായിട്ടുണ്ട്, രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കണക്കെടുക്കുമ്പോൾ ഈ കേരളത്തിന് ഈ നാടിന് ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു ദിവസം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം വാക്കുകൾ പോലും മുറിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഓരോ മലയാളിക്കും ഇന്ന് ഈ ദിനം ഉണർന്നപ്പോൾ